അപ്പം നമ്മൾ ഇന്ന് ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പി, എ സിമ്പിൾ സാലഡ് വിത്ത് ലോട്ട്സ് ഓഫ് ഐറ്റംസ്, ലോട്ട്സ് ഓഫ് കളർഫുൾ ഐറ്റംസ്. അപ്പം നമ്മൾ ഓൾറെഡി നമ്മുടെ ഗ്രോസറി ഷോപ്പിംഗ് കാണിച്ചായിരുന്നു. നല്ല സൂപ്പർ മുളക്. ഇതേ ഈ മുളക് കണ്ടാൽ നമുക്ക് തോന്നും എരിവുണ്ടെന്ന്, പക്ഷേ എരിവേ ഇല്ല, നല്ല രുചിയാണ് കേട്ടോ. നമ്മുടെ നമ്മുടെ ക്യാപ്സിക്കത്തിൻ്റെ തന്നെ ടേസ്റ്റാണ്, എരിവേ ഇല്ല, നല്ല സൂപ്പർ. അതിനെ കഴിഞ്ഞ് ഒരു ഇച്ചിരിയും കൂടെ ടേസ്റ്റ് കൂടുതലാണ് കേട്ടോ. അപ്പോൾ ഇത് പല കളേഴ്സ് ഉണ്ട്, ഓൾറെഡി നമ്മൾ കാണിച്ചായിരുന്നു. ഇതേ ഈ കളറുണ്ട്, പിന്നെ ഇതാണ്ട് മഞ്ഞയുണ്ട്, കണ്ടോ, നല്ല കളേഴ്സ്, നല്ല രസമല്ലേ കാണാനായിട്ട്. അപ്പം ഇതാണ് ഒരു മുതൽ. പിന്നെ ഇതേണ്ട ക്യാപ്സിക്കമാണ്, ചുമല ക്യാപ്സിക്കം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. മഞ്ഞ ഞാൻ എടുത്തില്ലേ, ഞാൻ വിചാരിച്ചു എല്ലാം കൂടെ ആയാലേ നമ്മൾ തന്നെ മുഴുവനും കഴിക്കണ്ടേ, നമ്മൾ അതുകൊണ്ട് തീർന്നില്ലെങ്കിലോ എന്ന് വിചാരിച്ചു വെറുതെ എടുത്തില്ല. പിന്നെ ഇതേ പച്ച ക്യാപ്സിക്കം ഉണ്ട്. പിന്നെ ഇത് ദേ പുതിനയിലയാണ്. നമ്മളൊക്കെ ഇപ്പം ദേ കിട്ടുന്ന പുതിനയില നല്ല വലിയ ഇലയാണ് കേട്ടോ, നല്ല മുഴുത്ത നല്ല ഇലയാണ് കേട്ടോ. അപ്പോൾ പുതിനയില ഇതിൻ്റെ കൂടെ ഇട്ട് കഴിക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ട്. പിന്നെ നമ്മുടെ ചെറിയ ടൊമാറ്റോസ്, ഇത് നല്ല നമ്മളിങ്ങനെ വായിലോട്ടിട്ട് കടിക്കുമ്പോഴല്ലോ ഇത് അങ്ങോട്ട് പൊട്ടും, നല്ല ഒരു ടേസ്റ്റാണ്, നല്ല പുളിയൊക്കെ അങ്ങോട്ട് വന്നിട്ടുണ്ടല്ലോ. ഇത് നമ്മുടെ ചോറിൻ്റെ കൂട്ടത്തിലാണെങ്കിലും ഇതിങ്ങനെ ഒരു ഈ അച്ചാറൊക്കെ കഴിക്കാൻ മേലാത്ത ആൾക്കാർക്ക് ഇത് ഓരോന്നോരോന്ന് കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ്, ആ ഒരു പുളി എഫക്റ്റ് കിട്ടും കേട്ടോ, നല്ല രുചിയായത്. പിന്നെ നമ്മുടെ ജർജറാണിത്. ജർജർ ഇച്ചിരി ഒന്ന് വാടി, എന്നാലും പെട്ടെന്ന് അങ്ങ് വാടിപ്പോയി. ഇനി ഞാൻ അല്ല മിഞ്ഞാന്നല്ലേ മേടിച്ചേ. ഇത് അങ്ങനെ ഇതേണ്ട. പിന്നെ ഒന്ന് വെള്ളമൊക്കെ തളിച്ച് നിവർത്തി ജർജർ അരിയുണ്ടല്ലോ, വേണ്ട. പിന്നെ ജസ്റ്റ് ഇതിൻ്റെ അകത്ത് എനിക്ക് തോന്നുന്നു ഈ 3 സാധനം ഒന്ന് ജസ്റ്റ് അരിഞ്ഞാൽ മതി. പിന്നെ മെയിൻ ആയിട്ട് ഇതിൻ്റെ ഡ്രസ്സിങ് ആണ്. ഇതില്ലെങ്കിലും നോ പ്രോബ്ലം ആവും കേട്ടോ. ഇല്ലെങ്കിൽ ഇച്ചിരി ഒലിവ് ഓയിലോ അല്ലെങ്കിൽ സിമ്പിൾ നാരങ്ങാനീരോ മാത്രം, ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല. അപ്പം ഇതിപ്പം ഉള്ളത് കൊണ്ട് മീൻസ് എന്താ പറയുന്നത്, ഒരു ഓഫർ ഉണ്ടായിരുന്നത് കൊണ്ട് മേടിച്ചതാണെന്ന് എത്രയേ ഉള്ളൂ. ഇതില്ലേലും നമുക്ക് ഉണ്ടാക്കാം. ഇത് നമ്മുടെ 1000 ഐലൻഡ് ആണ്, അമേരിക്കൻ ഗാർഡൻ്റെ 1000 ഐലൻഡ് എന്ന് പറയുന്ന ഡ്രസ്സിങ് ആണ്. അപ്പോൾ നമുക്കിനി ഇത് ഞാൻ പോയി എല്ലാം അരിഞ്ഞുകൊണ്ട് വരാം. അരിഞ്ഞു കഴിഞ്ഞ് നമുക്കിത് മിക്സ് ചെയ്ത് ഇച്ചിരി ഡ്രസ്സിങ് കൂടെ ആയിട്ട് നല്ല സൂപ്പർ കഴിക്കാം. ഓക്കെ, അരിയട്ടെ.